താങ്കളെ അലട്ടുന്ന ദ്രോഹിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മിൻ ശർരി കുല്ലി നഫ്സിൻ, അതേപോലെ എല്ലാ ഷർറിൽ നിന്നും, ഔ ഐനി ഹാസിദിൻ, അസൂയക്കാരന്റെ കണ്ണേറിൽ നിന്നും. കണ്ണേറ് ഇന്നൽ ഐന ഹഖുൻ, കണ്ണേറ് സത്യമാണ്. പക്ഷെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ അതെ. ഇപ്പോൾ എന്തായി? ഒരു കാലത്ത് തൗഹീദിന് വിരുദ്ധമായത് ഇപ്പോൾ തൗഹീദായി മാറുന്നു. ഇങ്ങനെ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദ്, ഈ തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്ന മുസ്ലിം ലോകത്തിനെ മുശ്രിക്കാക്കുന്നത്? ദിവസവും ഷൂവും കുപ്പായവും ഒക്കെ മാറ്റുന്നത് പോലെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണോ? തൗഹീദ് ദിവസവും മാറ്റാനുള്ളതാണോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ട് തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് മരിച്ചുപോയ ആളുകളില്ലേ നിങ്ങൾ ഇത് മാറ്റുന്നതിന് മുമ്പ്? അവര് സ്വർഗത്തിലായിരിക്കുമോ നരകത്തിലായിരിക്കുമോ? അവര് പൂർണ്ണമായ തൗഹീദാണോ ഉൾക്കൊണ്ടിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായി പറഞ്ഞ ഒരു ഹദീസ് നിഷേധിക്കുകയല്ലേ സലാഹി നേരത്തെയുള്ള പ്രസംഗത്തിൽ ചെയ്തത്? എന്നിട്ട് അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെയാ സിഹിറിന്റെ വിഷയം. മുസ്ലിം ലോകം വ്യക്തമായി പഠിപ്പിച്ച സംഗതിയാ സിഹിർ എന്നത് ഒരു യാഥാർത്ഥ്യമാണെന്ന്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ തന്നെ 5-ലേറെ ഹദീസുകൾ സിഹിറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടും സിഹിറിന് യാഥാർത്ഥ്യമില്ലെന്ന് മൗലവിമാർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സിഹിർ ചെയ്യട്ടെ, അങ്ങനെ സിഹിറുണ്ടെങ്കിൽ എന്ന് സക്കരിയ സലാഹി വെല്ലുവിളിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ല നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെറുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ നമുക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിനെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്രയും പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? ചിലപ്പര് പറയുന്നത് അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ടാളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാതൊക്കെ എന്ന് പറയാം. അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താല് പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോനെ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ ഒരു വലിയ സിഹിറാണ് ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നവർ ഇസ്രായേലിനെതിരെ സിഹിറാണ് ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ വലിക്കോ വലിക്കൂലെന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഇത്രയും രൂക്ഷമായി സിഹിറില്ല എന്നും അത് തട്ടിപ്പാണെന്നും അങ്ങനെ വല്ലവർക്കും സിഹിർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇസ്രായേലിനെതിരെ സിഹിർ ചെയ്യട്ടെ, എനിക്കെതിരെ സിഹിർ ചെയ്യട്ടെ എന്ന് വാദിക്കുകയും ചെയ്ത ഈ സക്കരിയ സലാഹി തന്നെ അതേ നാവുകൾ കൊണ്ട് അദ്ദേഹം ചിരിച്ചു പറയുന്നത് നിങ്ങൾ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻപാപം ശിർക്ക്, രണ്ടാമത്തേടാ സിഹിറ്. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അവ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ പറയും, എന്നാ എനിക്ക് ചെയ്യട്ടെ, നിങ്ങൾക്ക് ചെയ്യട്ടെ, നമുക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചെയ്തോ കാഫിറാവൂലേ? ഒരാൾ കാഫിറായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കാൻ നിൽക്കുവോ? ഞാൻ സിഹിറിൽ വിശ്വസിക്കില്ല, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഫിറാവോ? സിഹിറിനോ കാഫിറാവും, വലിയ കുറ്റാണത്. സാഹിറിനെ കൊല്ലണമെന്നാണ്. എന്തൊരു തമാശയാണിത്. സിഹിറില്ല എന്നും സിഹിറിൽ വിശ്വസിക്കുന്നത് മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ എന്ന തൗഹീദിന് വിരുദ്ധമാണെന്നും പ്രസംഗിച്ച മൗലവി ഇപ്പൊ പറയുന്നത് സിഹിർ ഉണ്ട് എന്ന് വിശ്വസിക്കണം, അത് യാഥാർത്ഥ്യമാണ്, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, അത് വിശ്വസിച്ചാൽ മാത്രമേ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ, അല്ലെങ്കിൽ ഹദീസ് നിഷേധിയാകുമെന്നാണ്. നേരത്തെ തൗഹീദ് പ്രകാരം ഇപ്പോൾ പറയുന്ന ആൾ അദ്ദേഹം തൗഹീദിൽ നിന്ന് പുറത്താണ്. ഇപ്പോഴത്തെ തൗഹീദ് പ്രകാരം നേരത്തെയുള്ളയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താ, ഹദീസ് നിഷേധിയാണ്. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. തൗഹീദ് എന്ന് പറയുന്നത് ഷർട്ടും കുപ്പായവും മാറ്റുന്നത് പോലെ ദിവസവും മാറ്റാനുള്ളതാണ്. ഈ മാറിക്കൊണ്ടിരിക്കുന്ന തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണോ ആഗോള മുസ്ലിമീങ്ങളെ നിങ്ങൾ മുശ്രിക്കാക്കിയത്? തീർന്നില്ല. നിങ്ങളുടെ പ്രസംഗം കേട്ടുകൊണ്ട് തൗഹീദ് സ്വീകരിച്ച
ആളുകളില്ലേ സിഹിർ ഇല്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവരുടെ ഇടം ഇപ്പോൾ എവിടെയാണ്? അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടം എവിടെയാണ്? മാത്രവുമല്ല, ഈ രൂപത്തിൽ ഹദീസ് നിഷേധമാണ് വഹാബിസം ഇത്രയും കാലം കൊണ്ടു നടന്നതെങ്കിൽ, ഹദീസുകളെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടന്ന ഈ ജിന്നധിനിവേശത്തിന് മുമ്പുള്ള ഇസ്ലാം എത്രത്തോളം സ്വീകാര്യമാണ്? നിങ്ങൾ പറഞ്ഞത് എങ്ങനെ മുസ്ലിം ലോകം അംഗീകരിക്കും? ഇന്ന് അൽബാനിയുടെയും ഇബ്നു ബാസിന്റെയും ഒക്കെ കിതാബുകൾ വായിച്ചുകൊണ്ട് തൗഹീദ് നിങ്ങൾ മാറ്റിയെങ്കിൽ, നാളെ മറ്റാരുടെയെങ്കിലും കിതാബ് വായിച്ച് വീണ്ടും മാറ്റുകയില്ല എന്നതിന് നമുക്ക് എന്താണ് ഉറപ്പുള്ളത്? ഇതുപോലെയാണ് ജിന്ന് കൂടുക. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്ന വഹാബിസം കേരളത്തിൽ വന്നതോടുകൂടി ജിന്നുകളൊക്കെ പായുകയായിരുന്നു. പിശാച് കൂടുമെന്ന് പറയുന്നത് കേവലം തട്ടിപ്പാണെന്നും അങ്ങനെ ഒരു പരിപാടിയില്ലെന്നും സക്കരിയ സലാഹി പറയുന്നു. എന്താ ഇപ്പൊ കൂടാത്തത് എന്നാ ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി വേറെ ഒരു കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്, നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ജിന്ന് കൂടാറുണ്ടായിരുന്നു. സുന്ദരികളായ പെൺകുട്ടികളുടെ ദേഹത്താണ് ജിന്ന് കൂടുക. എന്നിട്ട് ശൈത്താൻ കൂടുകയെന്നാ പറയാ. എന്നിട്ട് ശൈത്താൻ ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് പകലൊന്നും ശൈത്താൻ ഇളകൂല, രാത്രി ഇളകുള്ളൂ. എന്നിട്ട് ഈ പെൺകുട്ടിനെയും ശൈത്താൻ ഇളക്കാൻ വന്ന ശൈത്താനെയും കൂടി ഒരു റൂമിലാക്കിയിട്ട് നേരം വെളുക്കോളം മൊത്തം മനുഷ്യന്മാര് പുറത്ത് കാത്തിക്കുക, ശൈത്താൻ ഇളകണവും കാത്ത്. അതുകൊണ്ടുണ്ടായി എന്തെല്ലാം ദുരന്തങ്ങൾ നാട്ടിൽ. ഇപ്പൊ എന്താ ശൈത്താൻ കൂടാത്തത്? ഇപ്പൊ എന്താ ശൈത്താൻ ഇളക്കലില്ലാത്തത്? ശൈത്താനൊക്കെ മറഞ്ഞുപോയോ? സലഫി പ്രസ്ഥാനം കേരളത്തിൽ വന്നോടെ സലഫി പ്രസ്ഥാനം ചെല്ലോടത്തൊക്കെ ഇങ്ങനെ ശൈത്താൻ നീങ്ങി നീങ്ങി പോവുക. സുഹൃത്തുക്കൾ, ഇതൊരു തട്ടിപ്പായിരുന്നു എന്ന് നമ്മൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കണം. എങ്ങനെ ഈ ജിന്നുകൂടൻ ഈ രൂപത്തിൽ ജിന്നു കൂടുന്നതിനെയും പിശാച് ബാധയെയും കളിയാക്കി പ്രസംഗിച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ നീതി നോക്കൂ, നിങ്ങൾ ദുനിയാവിൽ പുലർന്നിരിക്കുന്നു. ഇതേ മനുഷ്യൻ ഹദീസ് ഓതിക്കൊണ്ട് ജിന്ന് ബാധിക്കുമെന്ന് പ്രസംഗിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കുക.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅല ഇബ്നു മുർറ ഉദ്ധരിക്കാണ്, ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ യാത്ര ചെയ്തു. ഫറഅയ്തു ബിൻ ഷൈഅൻ അജബ, ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ കണ്ടു. എന്താണ് ഹദീസിൽ അറിയോ? വാതത്തുഹു ഇംറാത്തുൻ, നബിയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത് ഇന്ന ബിനി ഹാദാ ബിഹി ലമമുൻ മുൻദു 7 സിനീൻ, എന്റെ ഈ കുട്ടിക്ക് 7 വർഷമായിട്ട് ഒരു തരം ബാധയുണ്ട് നബിയെ. യൗഖുദു കുല്ല യൗമിൻ മറത്തൈനി, ഓരോ ദിവസം 2 തവണയെങ്കിലും അവനത് പിടികൂടുന്നു. ഫഖാല റസൂലുള്ളാഹ്, അപ്പൊ റസൂൽ പറഞ്ഞ അതിനിഹി, അവന്റെ അടുത്തേക്ക് ഇരുത്തു. ഫഅദൻതുഹു, പിന്നെ ഞാൻ അതിനെ അടുത്തിരുത്തി. ഫതഫല ഫീഹി, ആ കുട്ടിയുടെ വായിൽ നബി തുപ്പി. വഖാല ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോ. അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. റവാഹുൽ ഹാക്കിം വസഹഹു വവാഫഖഹു ദഹബി. കൗതുകമാണ്. ജിന്ന് ബാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ഒരിക്കൽ ശിർക്കായിരുന്നുവെങ്കിൽ ഇപ്പോൾ ജിന്ന് ബാധിക്കുമെന്ന് വിശ്വസിക്കൽ തൗഹീദിന്റെ ഭാഗമാവുകയാണ്. ഓരോ ദിവസവും തൗഹീദും ഇസ്ലാമും ശിർക്കും മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാതിരിമാരുടെ കൂടെയാണല്ലോ പാവപ്പെട്ട ഒരു ന്യൂനപക്ഷം ജീവിക്കുന്നത്. ഇവർ പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിക്കൊണ്ടാണല്ലോ. തങ്ങളുടെ ആഖിറം ഓർത്തുകൊണ്ടെങ്കിലും ഇതേക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തുവാൻ എന്റെ സഹോദരന്മാർ തയ്യാറാവണമെന്ന് ഈ വിഷയകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ രസകരമായ ഒരു കാര്യം, എന്താണിപ്പോ ജിന്ന് കൂടാത്തത് എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ അടുക്കളകളിൽ ജിന്നുകൾ അധിനിവേശം നടത്തി എന്നതാണ് രസകരമായ ഒരു കാര്യം. ജിന്നുമായി ബന്ധപ്പെട്ട് കേരളത്തില് ഒരു പെൺകുട്ടി വിവാഹമോചിതയായി. എന്താ കാരണം? ഇവരുടെ ഔദ്യോഗിക നേതാക്കന്മാരിൽപ്പെട്ട ഒരാൾ ഒരു സ്ത്രീയെ മാരകമായി നഗ്നമായ കൈകൾ കൊണ്ട് നഗ്നമായ മേനിയിൽ അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ പേരിൽ ഒരു വിവാഹബന്ധം തന്നെ മുറിഞ്ഞു. ഇത് വെളിച്ചത്ത് കൊണ്ടുവന്നത് ആരാണെന്നറിയുമോ? മൗലവി വിഭാഗത്തിൽപ്പെട്ട അവരാണല്ലോ ജിന്നിന്റെ ആളുകൾ, ജമീല ടീച്ചർ. അതിന്റെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലിടപെട്ടയാൾ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതും അതിന് മടവൂര് വിഭാഗം നൽകുന്ന മറുപടിയും നിങ്ങൾക്ക്. സാധാരണ മൊല്ലന്മാര് അടിക്കാറുള്ളത് വടിയോണ്ടാണ്. ഇവിടെ ജമാൽ ചെറുപാടി കുട്ടിയെ നഗ്നമായ കൈകളെ കൊണ്ട് കാലിന്റെ തുടയിലും ശരീരഭാഗങ്ങളിലൊക്കെ അടിച്ചു. ഈ ആളെ കൊണ്ടെടുക്കല്ല നിങ്ങൾ സാൽവേഷനിൽ ചോദ്യം ചോദിക്കാൻ. അബ്ദുറഹ്മാൻ സലഫിയുടെ ആ സെഷനിൽ മൈക്ക് പിടിച്ചെടുത്തതാരാ? ഈ ജമാൽ ചെറുപാടിയല്ലേ? നോക്കൂ നിങ്ങൾ, ചെറുപാടിയിൽ അബ്ദുറഹ്മാൻ സലഫി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിലാണ് ജമാൽ ചെറുപാടി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് അയാൾ പറഞ്ഞെന്താ അറിയോ? ഇതും ഒരു വീശി തന്ത്രാണെന്നാ. എന്നെ ജമീല ടീച്ചർ വീശിയിലങ്കായത്? ജമീല ടീച്ചർ ആ കുട്ടിയുടെ അടുക്കൽ പോയിട്ട് അഭിമുഖം നടത്തി മറ്റൊരു അഭിമുഖം നൽകിയിട്ടുള്ളത് വീശി തന്ത്ര. എന്നാ വീശി ആണെങ്കിൽ പുറത്താക്കി കൂട്ടുന്ന ജമീല ടീച്ചർ, എന്താ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ലേ? ഒരു സംഘടനയെ തന്നെ പിരിച്ചുവിട്ട് ഒരു സംഘടനയെ പുലർത്തി കഷ്ണങ്ങളാക്കിയ നിങ്ങൾക്കും ഇതിനും ധൈര്യമില്ലേ? നോക്കൂ നിങ്ങൾ, ജമാൽ ചെറുപാടിയുടെ ഒരു പ്രസംഗം നിങ്ങൾ നോക്കൂ. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഫാമിലി കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിവരുന്ന കാര്യങ്ങൾ ഒട്ടേറെ ആളുകൾക്ക് അതുകൊണ്ട് ആശ്വാസമുണ്ടാകുന്ന, മനസമാധാനം കിട്ടുന്ന, കുടുംബബന്ധം ചേർക്കുന്ന ഒരവസ്ഥ. അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം പ്രവർത്തനത്തിൽ മുഴുകാറുള്ളത്. ഇതും പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. എന്റെ വീട്ടിലേക്ക് വന്നു എന്റെ പേരിൽ ആരോപണം പറഞ്ഞ് നടത്തിയ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ യഥാർത്ഥം എന്തെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇതും ഒരു വീശി തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വീശി തന്ത്രം എന്നറിയോ? അവർ ഒരു കൗൺസിലിംഗിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തു പറയാൻ പാടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നാളെ ഞാൻ ഒരു കൗൺസിലർ അല്ല. അതൊരു പൊതു സ്റ്റേജിൽ അത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആ ഡോക്യുമെന്റിൽ പറയുന്ന കാര്യങ്ങൾ തുടക്കം തന്നെ കളവാണ് എന്നാണ്. അതായത് കാറിൽ കയറി അവരെല്ലാവരും കൂടി വരുമ്പോൾ ഉപ്പയോടും ഉമ്മയോടും കയറരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. യഥാർത്ഥത്തിൽ എന്റെ വീട്ടിലേക്ക് അവര് വരുന്നത് ബസ്സിലാണ് സഹോദരങ്ങളെ. ശൈത്താൻ ഇറക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയെ മാരകമായി അടിച്ചു. കേരള ശബ്ദത്തിൽ അതൊരു ഫീച്ചറായിട്ട് വന്നു.
മുജാഹിദ് ജിന്ന് യുവതിയെ പീഡിപ്പിച്ചു എന്നാ. നോക്കൂ നിങ്ങൾ, മുജാഹിദുകൾക്കാണ് ഇതിന്റെ മുഴുവൻ അപമാനം ഉണ്ടായത്. ആരാ ഈ അപമാനം വരുത്തിച്ചത്? എന്നിട്ടിപ്പോ മൂപ്പർ എന്താ പ്രസംഗിച്ചത്? ഞാൻ കൗൺസിലിംഗ് ആണ് നടത്തിയത് എന്ന്. നോക്കൂ, എനിക്ക് നന്നായിട്ട് അറിയാം ജമാൽ ചെറുപാടിയെ, കന്നൂട്ടി അറിഞ്ഞാളാ. കൗൺസിലിംഗ് നടത്താറുണ്ട് മനുഷ്യന്മാര്. കൗൺസിലിംഗ് നടത്താൻ അതിനു വേണ്ട വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. ജമാൽ ചെറുപാടിക്ക് എന്ത് യോഗ്യതയുള്ളത്? മാത്രമല്ല, കൗൺസിലിംഗ് നടക്കുന്നിടത്ത് അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു കൂട്ടരെ? അടിക്കുന്നതിനെ കുറിച്ച് എവിടെ പറഞ്ഞു എന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ജമാൽ ചെറുപാടിക്ക് അറിയാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന കാര്യം, ഒരു കൗൺസിലർ നടത്തുന്ന കാര്യമൊക്കെ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഞാൻ യഥാർത്ഥ കൗൺസിലറുള്ള സുഹൃത്തുക്കളെന്ന്. നല്ല കുടുംബ ബന്ധം ചേർത്തല. മുണ്ടാങ്ങരത്തെ പെൺകുട്ടിയും പുരുഷനും എന്താ ഇപ്പൊ നടക്കുന്നത്? രണ്ട് വിവാഹമോചനം നടന്നു. കുടുംബ ബന്ധം ചേർത്താനാണ് അത്ര കൗൺസിലിംഗ് നടത്തിയത്. വിവാഹമോചിതയായി ആ പെൺകുട്ടി വീട്ടിലിരിക്കുന്നു, മുടക്കാച്ചരക്കായി. മറ്റോനോ ഓനും പെണ്ണിട്ടുന്നില്ല. അവിടെ വന്ന ആൾക്കാർ പറയും ആ ടീം ജിന്നിന്റെ ടീമാണ് കേട്ടോന്ന്. ഏർവാടി കൊണ്ടുപോകും, ചെറുപാടി കൊണ്ടുപോകും പറയും. അവനും ഈ രീതിയിൽ നല്ല കൗൺസിലിംഗ് അല്ലേ? എന്ത് കുടുംബ ബന്ധമാണ് ഇവിടെ ചേർത്തിയിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയാണ് വസ്തുതകൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. മുഅ്മിനീങ്ങളെ വല്ലദീന യുഅ്ദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങളെ അവർ ചെയ്യാത്ത ശിർക്കും അവർ ചെയ്യാത്ത കുഫ്റും ആരോപിച്ചുകൊണ്ട് ആക്രമിച്ച ആളുകളില്ലേ, പടച്ചവൻ അല്ലാഹ് അവർക്ക് വ്യക്തമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വഇസ്മൻ മുബീന, വിശുദ്ധ ഖുർആൻ. അവർ വലിയ കുറ്റമാണ് പേറിയിരിക്കുന്നത്, ബുഹ്താനാണ് പേറിയിരിക്കുന്നത്. രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വ്യക്തമായ അപമാനം സഹിക്കേണ്ടി വരും. നോക്കൂ നിങ്ങൾ, കേരളത്തില് മറ്റുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലും ആഘോഷിക്കുന്ന തരത്തിലേക്ക് ഇവരുടെ ചീഞ്ഞു നാറിയ ജിന്നുകഥകൾ ലോകം കേൾക്കേണ്ടി വന്നു എന്നത് രസാവഹമായ ഒരു സംഗതിയാണ്. കഴിഞ്ഞില്ല. ഇതോടുകൂടി ഇവര് നേരത്തെയുള്ള തൗഹീദ് പിൻവലിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മൗലവി സിഹ്ർ യാഥാർത്ഥ്യമല്ലെന്നും ജിന്ന് കൂടുകയില്ലെന്നും കണ്ണേറ് തൗഹീദിന് വിരുദ്ധമാണെന്നും പ്രസംഗിച്ച അതേ മൗലവി പിന്നീട് മാറ്റിയല്ലോ, ജിന്നുണ്ട്, ജിന്ന് കൂടും, ജിന്ന് ബാധിക്കും, അതുപോലെ സിഹ്ർ യാഥാർത്ഥ്യമാണ്, കണ്ണേറ് സത്യമാണെന്ന് ഇങ്ങനെ മാറ്റിയല്ലോ. ഇതേക്കുറിച്ച് ഇദ്ദേഹം കുമ്പസരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. നമ്മളുമൊക്കെ മുമ്പിൽ പറയും, ഈ സലാസിലും ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറിഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹ്ർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഒരു കുംഭസാരം കൊണ്ട് മാത്രം കഴുകി കളയാൻ പറ്റുന്ന ഒരു പാപമാണോ ഇത്? ഇവരുടെ സ്വന്തം കാര്യവും സ്വന്തം ദീനുമായി നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സമാധാനിക്കാമായിരുന്നു. പക്ഷേ ഈ തൗഹീദ് ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കൂടുതൽ കൊടിയ പാതകം ചെയ്തിട്ട് വസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളെ പടച്ചവൻ വിടുമെന്ന് ഒരിക്കൽ പോലും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ എന്തായി? ജിന്നുകൾ സഹായിക്കും, ജിന്ന് കൂടും, ജിന്നിനോട് സഹായം ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് മാസികയിൽ ഇവരുടെ തൗഹീദ് സ്പെഷ്യലിസ്റ്റുമാരിൽപ്പെട്ട ഒരാളായ ജബ്ബാർ മൗലവി എഴുതുകയാണ്. എന്താണ് അദ്ദേഹം എഴുതുന്നത്? ഒരാൾ വിജനമായ ഒരു സ്ഥലത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. ആ സമയത്ത് ഇവിടെ എങ്ങാനും വല്ല ജിന്നോ വല്ല മലക്കോ ആരെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി സഹായിക്കണേ, എന്നെ സഹായിക്കണേ, ജിന്നെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ അഭൗതികമായ തേട്ടമില്ല. അതുകൊണ്ട് ശിർക്കും വരികയില്ല. പച്ചയായ രൂപത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. നോക്കൂ, ഇവിടെയാണ് നമ്മുടെ സലാം സല്ലമി ചോദിക്കുന്നത്, എവിടെയാണ് നിങ്ങളെ തൗഹീദ്? ഇതാണോ നിങ്ങളെ തൗഹീദ്? ജിന്നിനോട് ചോദിച്ചാൽ, ശൈത്താനോട് ചോദിച്ചാൽ, ഇഫ്രീത്ത് എന്ന മല്ലനോട് ചോദിച്ചാൽ അതിന് ശിർക്കുമില്ല, കുഫ്റുമില്ല, ഉപകാരം ചെയ്യൂല.
എന്നാൽ മമ്പർത്ത തങ്ങളോട് ചോദിച്ചാൽ, അള്ളാന്റെ റസൂലിനോട് ചോദിച്ചാൽ അപ്പൊ ഉപകാരം ചെയ്യൂല, അത് ശിർക്കാണ്. ഇതാണോ നിങ്ങളെ തൗഹീദ് എന്ന് സലാം ചൊല്ലുമ്പോൾ ചോദിക്കുന്നു. നമുക്കും ചോദിക്കാനുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ നാമുമായി സംവാദം നടക്കുന്ന സമയങ്ങളിൽ ഇന്ദുഹും എന്ന ആയത്തോതിക്കൊണ്ട് അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, അവരെ നിങ്ങൾ വിളിച്ചാൽ എന്നതിൽ ജിന്ന് പെടും, മനുഷ്യനും പെടും, മലക്ക് പെടും, ശൈത്താൻ പെടും എന്ന് ഖുർത്തുബി ഓതിക്കൊണ്ട് നമുക്കെതിരെ വാദിച്ചിരുന്ന ആളുകളില്ലേ, അവരാണിപ്പോ ജിന്നോട് സഹായം ചോദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണിത്? ഇതിൽ വിഗ്രഹങ്ങൾ മാത്രമല്ല, ബിംബങ്ങൾ മാത്രമല്ല, ഇതിൽ മലക്കുകൾ പെടും, ജിന്നുകൾ പെടും, മസീഹ പെടും, ഉസൈർ പെടും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലാ യഖ്ദുറൂന, അവർക്ക് കഴിയുകയില്ല. നമ്മളിൽ പലരും വിശ്വസിക്കുന്നത് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്പിയാക്കൾക്ക് കഴിയും, അതേപോലെ മലക്കുകൾക്ക് കഴിയും, ദൂതന്മാർക്ക് കഴിയുമെന്നാണ്. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, ലാ യഖ്ദുറൂന, അവർക്ക് കഴിയുകയില്ല, മലക്കുകൾക്ക് കഴിയില്ല, ജിന്നുകൾക്ക് കഴിയില്ല, ഈസാ നബി അലൈഹിസ്സലാമിന് കഴിയില്ല, ഉസൈർ നബി അലൈഹിസ്സലാമിന് കഴിയില്ല. എന്തിന് കഴിയില്ല? അലാ കശ്ഫിൽ ളുരി വലാ അലാ തഹ്സീലിൻ നഫ്ഇ, ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരങ്ങൾ ചെയ്യുവാനോ അതല്ലെങ്കിൽ ഉപദ്രവങ്ങളിൽ നിന്ന് നീക്കുവാനോ രക്ഷപ്പെടുത്തുവാനോ കഴിയുകയില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന് നമ്മുടെ സക്കരിയ സലാഹി ഒരു മറുപടി കണ്ടുപിടിച്ചു. അതാണ് രസകരമായ. എന്താണത്? അദ്ദേഹം പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നതും സഹായാർത്ഥന എന്ന് പറയുന്നതും രണ്ടാണ്. ഇത്രയും കാലം സുന്നികളുമായി സംവാദം നടത്തുന്ന സമയത്ത് സഹായാർത്ഥനായും പ്രാർത്ഥനയും അത് ഒന്ന് തന്നെയാണ്. മഹാന്മാരോട് സഹായാർത്ഥന ചെയ്യുക എന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ് എന്ന് ഒച്ചയിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകൾ ഇപ്പൊ പ്രാർത്ഥനയ്ക്ക് പുതിയ വിശദീകരണവുമായി വന്നു. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേന്ന് ഞാൻ ചോദിച്ചു. ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് നിർവചനം പറയേണ്ടി വന്നു. അതാണ് ഏറ്റവും രസകരമായ കാര്യം. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവുകൾക്ക് അതീതമായ വിഷയങ്ങളിൽ ഏതെങ്കിലും ശക്തിയോട് എന്തെങ്കിലും ചോദിക്കുന്നതിനേക്കാണ് പ്രാർത്ഥന എന്നാണ് ഇപ്പോഴുള്ള പുതിയ വിശദീകരണം. അപ്പോ സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിനപ്പുറത്തുള്ള വിഷയങ്ങളിൽ ചോദിച്ചാലേ പ്രാർത്ഥനയാവുള്ളൂ. ജിന്നിനോട് ജിന്നുകളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, മലക്കിനോട് മലക്കിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം, മനുഷ്യനോട് മനുഷ്യന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ആര് പറയുന്നു? സക്കരിയ സലാഹി പറയുന്നു, ഇസ്ലാഹ് മാസികയിൽ പറയുന്നു, സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. മൗലവി വിശദീകരിക്കുക. അങ്ങനെയാകുമ്പോ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതെന്താ? ആദ്യമായി ചോദിക്കാനുള്ളത്, പ്രാർത്ഥന എന്നാൽ ഇതാണ് എന്ന് ആരാണ് പറഞ്ഞത്? വ്യക്തമായ അട്ടിമറിയല്ലേ ഇവിടെ നടത്തിയത്? പണ്ട് പറഞ്ഞിരുന്നത് എന്താ? മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ ഏത് ശക്തിയോട് എന്ത് ചോദിച്ചാലും പ്രാർത്ഥനയാണ് എന്ന ഇപ്പോഴും ഇവരുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞീദ് മദനി അടക്കമുള്ള ഇവരുടെ വലിയ പണ്ഡിതന്മാർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളെന്ന. തൗഹീദ് സമഗ്ര വിശകലനത്തിലും അങ്ങനെ തന്നെയാണുള്ളത്. ഇങ്ങനെ പാടിപ്പതിഞ്ഞിരുന്ന ഈ വാദമിത ഇപ്പോൾ ജിന്നധിനിവേശത്തോടു കൂടി മാറ്റിയിരിക്കുന്നു. തൗഹീദ് സുന്നഹുദോസ് കൂടി മാറ്റുകയാണ്. ക്രൈസ്തവ സഭ അവരുടെ നിയമങ്ങൾ കൂടിയിരുന്ന് മാറ്റുന്നത് പോലെ അല്ലെങ്കിലും 1952 ഷിർക്കായിരുന്ന കുഫ്രായിരുന്ന കാര്യം പിന്നീട് 2004 ജൂൺ മാസത്തിൽ പുളിക്കൽ കോളേജിൽ വെച്ച് അവർ യോഗം ചേർന്നിട്ട് തൗഹീദിന്റെ ഭാഗമായി മൂന്നാമത്തെ ഭാഗമായി തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന് എഴുതി ചേർത്തില്ലേ? ഇങ്ങനെ അന്നത്തെ തൗഹീദ് കുഫറും ഇന്നത്തെ കുഫർ അന്നത്തെ തൗഹീദുമായി മാറുന്ന വളരെ